ഹലോ എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അനുഖി. എൻ്റെ പേര് അനുഷ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്, സേഫ് ആയിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും. നമ്മളിന്ന് പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു Q&A ആണ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിൻ്റെ ആൻസറാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. സോ പീരിയഡ്സ് എന്ന് പറയുന്ന സമയത്ത് പലർക്കും പല രീതിയിലായിരിക്കില്ല. ചിലർക്ക് പെയിനും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല, ചിലർക്ക് നല്ല രീതിയിൽ ക്രാംസ് ഉണ്ടായിരിക്കും, ചിലർക്ക് ഒട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അത്രയും വേദന ഉള്ളവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ എക്സ്ട്രീം ലെവലിലുള്ള പെയിനൊക്കെയാണ് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് എന്തായാലും ഡോക്ടറെ കാണിക്കുക, അതാണ് ഏറ്റവും നല്ലത്. മെയിൻലി പീരിയഡ്സിനെ കുറിച്ച് പറയുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത് വെച്ചാൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഹൈജീൻ കീപ്പ് ചെയ്യുക എന്നുള്ളത്. നമ്മൾ നല്ല ഹൈജീൻ ആയിട്ട് ഇരിക്കുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഹൈജീൻ എന്ന് പറയുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പാഡ്സ് ചേഞ്ച് ചെയ്യുന്ന ടൈം, നമ്മൾ യൂസ് ചെയ്യുന്ന പാൻറ്റീസ് എല്ലാം പീരിയഡ് ഹൈജീനിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതെല്ലാം നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാം. പീരിയഡ്സിൻ്റെ സമയത്ത് നോർമലി നമുക്ക് കുറച്ച് ക്രാംസ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എങ്ങനെയാണ് പീരിയഡ് ക്രാംസ് മാനേജ് ചെയ്യാറുള്ളതെന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ പീരിയഡ്സിൽ വരുന്ന ക്രാംസ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ എൻ്റെ ഒരു കേസിൽ പറയുകയാണെങ്കിൽ ഒരു മോഡറേറ്റ് ലെവലിലുള്ള ക്രാംസ് ആണ് ഉണ്ടാവാറ്. അതൊരു സെക്കൻഡ് ഡേ, തേർഡ് ഡേ, ഫോർത്ത് ഡേ അങ്ങനെയൊക്കെയാണ് ഉണ്ടാവാറുള്ളത്. അപ്പോൾ ആ സമയത്ത് ഞാൻ സ്പെഷ്യലി ചെയ്യാറെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ബോഡിക്ക് റിലാക്സ് ആവുന്ന തോന്നുന്ന കാര്യങ്ങൾ എന്താണ് അത് ചെയ്യും. കിടക്കുന്ന സമയത്ത് നമ്മൾ ബാക്കിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്ത് നമുക്ക് നല്ലൊരു ഒരു റിലാക്സ് ഫീൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ചെയ്യാറുണ്ട്. തേർഡ് ബ്രീത്തിങ് ടെക്നിക്സിന് നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ റിലാക്സ് ചെയ്യാനായിട്ട് പറ്റും. കുറച്ച് പീരിയഡ്സ് വരുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് യോഗയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെയിൻ കുറയാനായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് കേട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ക്രാംസിൻ്റെ ലെവൽ പലർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളെ ബോഡീനെയും മൈൻഡിനെയും എങ്ങനെ കൺട്രോൾ ചെയ്യുന്നുള്ളത് എന്തെങ്കിലും ഡിഫറെൻ്റ് ആണ്. നമുക്ക് ഒട്ടും വയ്യാൻ തോന്നുമ്പോൾ നമ്മുടെ ബോഡിക്കും തോന്നും ഓക്കെ ഒട്ടും വയ്യ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ അങ്ങനെ തോന്നിയാലോ പറയാൻ പറ്റില്ലല്ലോ. സോ നമ്മൾ മൈൻഡിനെ റിലാക്സ് ആക്കി വെക്കാനായിട്ട് മാക്സിമം ശ്രമിക്കുക. നിങ്ങൾ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ബോഡി എങ്ങനെയാണോ റിലാക്സ് ആവുന്നത്, കാം ആവുന്നത്, ആ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു ബെറ്റർ ഫീൽ ഉണ്ടായിരിക്കും. എൻ്റെ ഒരു കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ പീരിയഡ് ക്രാംസ് ഒട്ടും അൺബെയറബിൾ ആയിട്ടുള്ള പീരിയഡ് ക്രാംസ് ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പം എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. ആൻഡ് ഓൾസോ ഇഫ് റെസ്റ്റ് നീഡിട്ടാണെന്നുണ്ടെങ്കിൽ അതും ചെയ്യും. പിന്നെ ഹോട്ട് വാട്ടർ ബാഗ്സ് ഉണ്ടാവുമല്ലോ, അത് യൂസ് ചെയ്യുന്നത് പീരിയഡ് ക്രാംസിനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ്. നമുക്ക് ആ നല്ല ചൂട് വെക്കുന്ന സമയത്ത് കുറച്ച് പെയിൻ കുറയും. ആൻഡ് ഓൾസോ ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു പീരിയഡ് പാച്ചസ്. ഞാൻ ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊരു ഈടിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പെയിൻ ക്രാമ്പ് വന്ന സമയത്ത് എൻ്റെ കയ്യിൽ പീരിയഡ് പാച്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ട്രൈ ചെയ്ത സമയത്ത് കുറച്ച് ആ സമയത്തേക്ക് നല്ലൊരു റിലാക്സ് ഫീലിംഗ് ഉണ്ടായിരുന്നു. നമുക്ക് ശരിക്കും അറിയാൻ പറ്റും നമ്മുടെ വയറിൻ്റെ മേലെ ഒട്ടിക്കുന്ന സമയത്ത് നന്നായിട്ട് അത് നമ്മുടെ ബോഡിയിലോട്ട് വർക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് അത് ഫീൽ ചെയ്യാൻ പറ്റും. അതിന് കുറച്ചൊരു പെയിനോ റിലാക്സേഷൻ അതുകൊണ്ടുകൂടി കിട്ടുന്നതാണ്. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പീരിയഡ്സിൻ്റെ സമയത്ത് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള ഡയറ്റ് ഫോളോ ചെയ്യാറുണ്ടോ എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അങ്ങനെയൊന്നുമില്ല, ഞാൻ ചെയ്തിട്ടില്ല. നോർമലി നമ്മൾ എന്താണോ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതൊക്കെ തന്നെയാണ് കഴിക്കാറുള്ളത്. പീരിയഡ്സിനായിട്ട് ഒരു പെർട്ടിക്കുലർ ഡയറ്റും കാര്യങ്ങളൊന്നും ഫോളോ ചെയ്യുന്നില്ല. കേട്ടിട്ടുണ്ടായിരിക്കും ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുന്ന പീരിയഡ്സിൻ്റെ സമയത്ത് നമ്മൾ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് ഇഷ്ടമുള്ളവർക്ക് അത് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെറിയ ചോക്ലേറ്റ് ഒക്കെ കഴിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഫീൽ ഗുഡ് ആവുന്ന കാര്യങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡിക്കും അത് നന്നായിട്ട് എഫക്ട് ചെയ്യും. നിങ്ങൾക്ക് നല്ല റിലാക്സേഷനും കംഫർട്ടും കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചിലർക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നും, ചിലർക്ക് ചോക്ലേറ്റ് കഴിക്കാൻ തോന്നും, ചിലർക്ക് ജങ്ക് ഫുഡ്, ചീസ്, അങ്ങനെ അപ്പോൾ ആ രീതിയിലൊക്കെ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കഴിക്കാം. ബട്ട് അത് നമ്മൾ ബാക്കി കഴിക്കുന്ന ഭക്ഷണങ്ങൾ ന്യൂട്രീഷ്യസ് ആയിട്ടും പ്രോട്ടീൻ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് ബാലൻസ് ചെയ്യാനായിട്ട് നോക്കാം. ആൻഡ് ഞാൻ നന്നായിട്ട് വെള്ളം കുടിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. വെള്ളം കുടിക്കുന്നത് പീരിയഡ്സിൻ്റെ സമയത്ത് നല്ല നോർമലി നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ നന്നായിട്ട് നമ്മുടെ ബോഡിയെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ സാനിറ്ററി നാപ്കിൻസ് യൂസ് ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ കംഫർട്ടബിൾ ആണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനെന്നായിട്ടാണ്. സ്കൂളിലേക്ക് പോകുമ്പോഴും അല്ലെങ്കിൽ കോളേജിൽ പോകുമ്പോഴും നമുക്ക് അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. മേ ബി ഇൻ സ്പോർട്സ്, ഇനിയിപ്പോൾ അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ട്രാവൽ ചെയ്യും, ജോലിക്ക് പോകുന്നവരായാലും വീട്ടിൽ ജോലി എടുക്കുന്നവരായാലും അതെല്ലാം നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ കോളേജിൽ സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് പാഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് യൂഷ്വലി നമുക്ക് ഉണ്ടാകുന്ന ഒരു ടെൻഷനാണ് ലീക്ക് ആവുമോ അല്ലെങ്കിൽ അങ്ങനൊരു ടെൻഷൻ നമുക്ക് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. സോ എപ്പോഴും പറയുന്നത് അഡ്വൈസ്ഡ് ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ പാഡ്സ് ഒരു 4 to 6 hours നമ്മൾ പാഡ്സ് ചേഞ്ച് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോഴാണ് നമുക്ക്
കുറച്ച് ഹൈജീൻ കീപ്പ് ചെയ്യുക, അതായത് ഇച്ചിങ്ങും കാര്യങ്ങളൊന്നും വരാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷനും കാര്യങ്ങളൊന്നും വരാതിരിക്കാനായിട്ട് അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. സോ നിങ്ങൾ ഇപ്പോൾ കോളേജ് സ്കൂൾ ഗോയിങ് ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് മടി ഉണ്ടായിരിക്കും, ഇനിയിപ്പോൾ എന്താ പറയുക പാഡ് ചേഞ്ച് ചെയ്യേണ്ടേ എന്നുള്ള ഒരു ചിന്തയിലൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ ചെയ്യരുത്. നമ്മൾ ഏതെങ്കിലും ലഞ്ച് ബ്രേക്കോ അങ്ങനെ എന്തെങ്കിലും ടൈമിൽ പോയിട്ട് നമ്മൾ പാഡ് ചേഞ്ച് ചെയ്യേണ്ടത് വളരെയധികം അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. നല്ല രീതിയിൽ അതിനെ ഡിസ്പോസ് ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. നിങ്ങൾ പാഡ്സ് തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പാഡ്സ് നമുക്ക് പല സൈസിൽ അവൈലബിൾ ആയിട്ടുണ്ടല്ലോ, ലാർജ്, എക്സൽ, അങ്ങനെ പല സൈസിൽ അവൈലബിൾ ആയിട്ട് നിങ്ങളുടെ ഫ്ലോയ്ക്കൊക്കെ അനുസരിച്ച് നിങ്ങൾ പാഡ്സ് ചൂസ് ചെയ്യേണ്ടതാണ്. ആൻഡ് ഓൾസോ വിങ്സ് ഉള്ള പാഡ്സ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും, കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിരിക്കും. അതെന്താ പറയുക, സ്ഥാനം മാറിപ്പോവോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടോ സ്ലിപ്പായി പോവോ നീങ്ങി പോവോ എന്നുള്ള ടെൻഷൻ നമുക്ക് ഉണ്ടാവില്ല. സോ തീർച്ചയായിട്ടും നിങ്ങൾ ഹൈജീൻ നന്നായിട്ട് കീപ്പ് ചെയ്യാനായിട്ട് നോക്കുക. പിന്നെ അതുപോലെ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മോസ്റ്റ്ലി റെക്കമെൻഡ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പീരീഡ്സിൻ്റെ കുറച്ച് ദിവസങ്ങളിൽ ഹെവി ഫ്ലോ ഉള്ള സമയത്ത് നിങ്ങൾ അധികം ഹെവി വർക്കൗട്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ചെയ്യുന്നവരുണ്ടായിരിക്കാം, നമുക്ക് ചിലർക്ക് അത് പറ്റുന്നുണ്ടായിരിക്കില്ല, അത്രയും നമ്മുടെ ബോഡി അതിനോട് കംഫർട്ട് ആവുന്നുണ്ടായിരിക്കില്ല. ചില സമയത്ത് നമുക്കത് അൺകംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കുന്നത് നല്ലതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. രാത്രി സമയങ്ങളിൽ പീരിയഡ്സിൻ്റെ സമയത്ത് എങ്ങനെയാണ് ഹെവി ഫ്ലോ മാനേജ് ചെയ്യാറുള്ളതാണ്? എനിക്ക് തോന്നുന്നു യൂഷ്വലി പീരിയഡ്സിൻ്റെ സമയത്ത് 1 മുതൽ 4 ദിവസം അല്ലെങ്കിൽ 2 മുതൽ 4 ദിവസം അങ്ങനെയൊക്കെ ആയിരിക്കും നമുക്കൊരു ഹെവി ഫ്ലോ ഉള്ള ഒരു ഇതുണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് എങ്ങനെയാണ് നമ്മൾ മാനേജ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സോ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോൾ ഉറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ നേരെ കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ടെൻഷൻ ഉണ്ടായിരിക്കും, ലീക്ക് ആവുമോ ഇല്ലേ എന്നുള്ളതൊക്കെ. അപ്പോൾ നമ്മൾ ചിലപ്പോൾ എന്തായാലും സൈഡ്സ് ആയിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, നേരെ കിടന്നാൽ ചിലപ്പോൾ ലീക്ക് ആയാലോ എന്നുള്ള ടെൻഷൻ കൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാവുന്ന 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 പാഡ്സ് ഒരുമിച്ച് സ്റ്റിക്ക് ചെയ്തിട്ട് നല്ല ലെങ്ത്തിൽ സ്റ്റിക്ക് ചെയ്തിട്ട് നമ്മുടെ പാൻറ്റീസിനോട് വെച്ചിട്ട് നമുക്ക് കിടക്കാവുന്നതാണ്. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ബാക്കിലോട്ട് ലീക്ക് ആവും എന്നുള്ള ഒരു ടെൻഷൻ, ഇപ്പോൾ അതെല്ലാം ഡാർക്ക് കളേർഡ് ക്ലോത്ത്സ് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഇൻ കേസ് ലീക്ക് ആയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. ഓക്കെ, ലൈറ്റ് കളർ ആയിട്ടുള്ള പാൻറ്റീസ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക. ഡാർക്ക് കളറുള്ള പാൻറ്റീസ് യൂസ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഇൻ കേസ് നമുക്ക് അവിടെ ലീക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഡാർക്ക് കളർ പാൻറ്റീസിൽ നമുക്കത് കാണാനായിട്ട് പറ്റില്ല. നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ അത് കാണാൻ പറ്റില്ല. കാണാൻ പറ്റാത്ത സമയത്ത് എന്താ പറയുക, നന്നായിട്ട് അത് ക്ലീൻ ആയിട്ടുണ്ടാവില്ല, ഒന്നുമല്ല നമ്മൾ നന്നായിട്ട് അത് ഡ്രൈ ആയിട്ടില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ പാൻറ്റീസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഫെക്ഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ലൈറ്റ് കളേർഡ് ആയിട്ടുള്ള പാൻറ്റീസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ കാണാനും അത് നല്ലപോലെ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് കീപ്പ് ചെയ്യാനായിട്ടും നമുക്ക് പറ്റുന്നതാണ്. അതുകൊണ്ട് നിങ്ങളൊരു ലൈറ്റ് കളറിലുള്ള പാൻറ്റീസ് യൂസ് ചെയ്യുക. ഇനിയിപ്പോൾ മെഷർ കപ്പ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റത്. ഇൻ കേസ് നിങ്ങൾക്ക് രാത്രിയിൽ ഓവർ ഫ്ലോ ഒക്കെയാണ്, നിങ്ങൾക്ക് ഉറങ്ങുമ്പോൾ ടെൻഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് പീരീഡ് പാൻറ്റീസ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് എവറീവിൻ്റെ ഈ ഒരു പീരീഡ് പാൻറ്റീസ് ആണ്. ഇത് അൾട്രാ അബ്സോർബൻ്റ് ആണ്, ഡിസ്പോസിബിൾ ആയിട്ടുള്ള പീരീഡ് പാൻറ്റീസ് ആണ്. അതിനെപ്പറ്റി പറയുന്ന സമയത്ത് പീരീഡ്സ് പാൻറ്റീസ് ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തത് ഡെലിവറി കഴിഞ്ഞ സമയത്ത്. എന്താ പറയുക, നമുക്കറിയാലോ ഡെലിവറി കഴിയുന്ന സമയത്ത് നമുക്ക് ഒബ്വിയസ്ലി ബ്ലീഡിങ് ഉണ്ടായിരിക്കും. അപ്പോൾ ആ സമയത്ത് നമ്മൾ പാഡ് വെക്കുന്ന സമയത്ത് ചിലർക്ക് നന്നായിട്ട് ഫ്ലോ ഉണ്ടായിരിക്കും. അപ്പോൾ എപ്പോഴും അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാഡ് മാറാനായിട്ട് പോവുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമായിരിക്കും. അപ്പോൾ ആ സമയത്ത് ഞാൻ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് പീരീഡ് പാൻറ്റീസ് ആയിരുന്നു. ആൻഡ് സത്യം പറയാലോ അതെനിക്ക് ഒരുപാട് ആശ്വാസമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. നല്ല അബ്സോർബൻ്റ് ആയിട്ടുള്ള പീരീഡ് പാൻറ്റീസ് ആണ്. നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും, ഇനിയിപ്പോൾ അതല്ല നിങ്ങൾക്ക് ഹെവി ഫ്ലോ ആണ്, നിങ്ങൾ വീട്ടിൽ തന്നെയാണെന്നുണ്ടെങ്കിലും നൈറ്റിലൊക്കെ നിങ്ങൾക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് പീരീഡ് പാൻറ്റീസ് എന്ന് പറയുന്നത്. ഇതാകുമ്പോൾ നമുക്ക് ഡിസ്പോസിബിൾ പീരീഡ് പാൻറ്റീസ് ആണ്. സോ ഇങ്ങനെ ഒരു വലിയ പാക്കിലാണ് വരുന്നത്. അപ്പോൾ ഈ എവറീവിൻ്റെ ഈ ഒരു പീരീഡ് പാൻറ്റീസ് ഇത് 10 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റാണ് വരുന്നത്. ഇപ്പം ക്രാംസ് കാരണം നിങ്ങളുടെ ഉറക്കം ബുദ്ധിമുട്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ, ഈ ഫ്ലോയുടെ ടെൻഷൻ കാരണം മാത്രമാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റാത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പീരീഡ് പാൻറ്റീസ് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നല്ല സ്ട്രെച്ചബിൾ ഇലാസ്റ്റിക് ആയിട്ട് വരുന്ന ഒരു പാൻറ്റീസ് ആണ്. ഇത് നല്ല കംഫർട്ടബിൾ ആണ്. 3 സൈസസിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സൈസൊക്കെ നോക്കിയിട്ട് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ്. ആൻഡ് ദിസ് ഇസ് റിയലി യൂസ്ഫുൾ ആണ്. ഓൾസോ ചിലർക്ക് എല്ലാ പാഡ്സും പറ്റുന്നുണ്ടായിരിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒറ്റ തവണ തന്നെ പോയി വലിയൊരു പാക്കറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് അത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്യൂട്ട് ആവാതെ നിങ്ങൾക്ക് ഒരു കംഫർട്ട് ഇല്ലാതിരിക്കേണ്ട. ചെറിയ പാക്കറ്റ്സ് ഒരുവിധം എല്ലാ പാഡ്സും ചെറിയ പാക്കറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങിയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആണ്, നിങ്ങളുടെ ഫ്ലോക്ക് അക്കോർഡിംഗ്ലി നിങ്ങൾക്ക് നല്ല കംഫർട്ട് തരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ഒരു പീരിയഡ്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത്. യൂസ്ഫുൾ ആയിട്ടാവും വിചാരിക്കുന്നു. വീഡിയോ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നവർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇഷ്ടമായ ലൈക്ക്, കൂടുതൽ വീഡിയോസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തിരുന്ന് ബെല്ലൈക്കൺ മറക്കാതെ പ്രസ് ചെയ്ത് ഓൾ കൂടി ടിക്ക് ചെയ്താലാണ് ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നു, മിസ്സാവാതെ കാണാൻ പറ്റുന്നതും. സോ പിന്നെ എന്തായാലും അടുത്തൊരു നല്ല വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും സ്മൈലിംഗ് ചെയ്യുക. ബി സേഫ്. ബൈ.